എന്ത് പഴംപൊരി ബീഫ് അല്ലേ? നമുക്ക് ഈ പഴംപൊരി ബീഫ് വെച്ച് ഒരു കിഴി ഉണ്ടാക്കിയാലോ? ലെറ്റ്സ് ട്രൈ ഇറ്റ്. അതിനാദ്യം ഒരു പഴം എടുക്കുക, അത് നിങ്ങളുടെ രീതിയിൽ കട്ട് ചെയ്യുക. പഴംപൊരിയൊക്കെ ഇവിടെ വന്നിട്ട് അങ്ങനെ റയറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നാട്ടിൽ വെച്ചൊക്കെ പഴംപൊരി ഉണ്ടാക്കുന്നത് നല്ല മഴയും തണുപ്പുള്ള ദിവസങ്ങളിലായിരിക്കും. അന്നേരമൊക്കെ ആ ചൂട് കാപ്പിയും നല്ല ചൂട് പഴംപൊരിയൊക്കെ ആയിട്ട് വരാന്തയിൽ പോയി ഒന്ന് കഴിക്കണം. അന്തസ്. അതൊക്കെ ഒന്ന് ഇപ്പോൾ ഒരു കാലം. ഇനി അതിന് ബാറ്ററായിട്ട് നമ്മൾ മൈദ, അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പഞ്ചസാര ഇതെല്ലാം ചേർത്ത് നമ്മൾ അതിനൊരു ബാറ്റർ തയ്യാറാക്കാം. പിന്നെ സോ സിമ്പിൾ. അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മുക്കി പൊരിക്കുക. നാട്ടിലൊക്കെ ഭയങ്കര മഴയെന്ന് കേട്ടപ്പോഴത്തേക്കും തോന്നിയൊരു പൂതിയാണ് പഴംപൊരി കഴിക്കണമെന്ന്. പണ്ടത്തെ ന്യൂസ്റ്റൊക്കെ ഒന്ന് അടിച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആഗ്രഹം വന്നാൽ അത് അപ്പം തന്നെ ചെയ്തു തീർക്കണം എന്നല്ലേ പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പഴംപൊരി ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. പഴംപൊരി ഒന്ന് ഇച്ചിരി മോഡേൺകരിക്കാൻ നമ്മളത് കിഴിപ്പഴി പഴംപൊരിയാക്കി. ഇനി ബീഫിനെ പറ്റി ഇനി പറയണ്ടല്ലോ. ബീഫ് എന്ന് പറഞ്ഞാൽ ഒരു വികാരം തന്നെയാണ് അല്ലേ? ഏത് കോമ്പോയുടെ ഒപ്പവും പോകും. പൊറോട്ടയും ബീഫും, കപ്പയും ബീഫും, കിഴി പൊറോട്ട, അങ്ങനെ പോകും അങ്ങോട്ട്. എനിവേ, നമ്മുടെ ഇവിടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ബീഫ് ഇവിടെ റെഡി. ഇനി നമ്മുടെ ഫൈനൽ പ്രോസസ്സാണ്. അതിനായി ഒരു വാഴല നിങ്ങൾക്ക് എടുത്ത് വെക്കാം. വാഴല കഥ പറയുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ തൊടിയിലും പറമ്പിലൊക്കെ കിടക്കുന്ന ഈ സാധനം ഇവിടെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ റേഞ്ച് തന്നെ അങ്ങോട്ട് മാറുക. വേറെ ഒന്നുമല്ല, പൈസ കൊടുത്ത് മേടിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി അതൊന്ന് വാട്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പഴംപൊരി വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണോ ബീഫ് കറി അത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് സെറ്റ് ചെയ്യുക. വീണ്ടും ഒരു ലെയർ പഴംപൊരിയും കൂടി വെക്കുക. ഇനി ഇത് ഒരു കിഴി രൂപത്തിൽ അതാണ് കെട്ടുക. ഈ കിഴിയിലാണ് കേട്ടോ അതിൻ്റെ മാജിക്കൽ ടേസ്റ്റ് ഇരിക്കുന്നത്. എനിവേ, നല്ല രീതിയിൽ അതൊന്ന് കെട്ടിയിട്ട് നമുക്ക് നേരെ ഒരു പാൻ വെച്ച് ആ പാനിൽ ജസ്റ്റ് ഇതൊന്ന് ആവി കയറ്റിയെടുക്കുക. അങ്ങനെ നമ്മുടെ കിഴി പഴംപൊരി ബീഫ് ഇതാ ഇവിടെ റെഡിയായി. അപ്പൊ എങ്ങനെ കഴിച്ചാലോ? ഇതിനാ തുറക്കുമ്പോഴുള്ള ഒരു സ്മെല്ല്, എൻ്റെ പൊന്നെ! ആ വാഴലയുടെയും ബീഫിൻ്റെയും ആ പഴംപൊരിയുടെയൊക്കെ കൂടെയുള്ള ആ ഒരു ഒരുമിച്ചുള്ള ഒരു ഫ്ലേവർ സൂപ്പർ. ഒരു രക്ഷയില്ലാത്ത ഒരു സ്മെല്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്താ, അങ്ങ് കഴിച്ചു നോക്കാം. ആദ്യമേ ആ മുകളിലിങ്ങനെ പഴംപൊരി ഒന്ന് മാറ്റി വെച്ച് അതിന് കുറച്ച് പഴംപൊരിയും കുറച്ച് ബീഫും എല്ലാം എടുത്ത് ജസ്റ്റ് ഒന്ന് വായിലേക്ക് വയ്ക്കാം. ഇനിയാണ് നമുക്ക് കറക്റ്റുള്ള അഭിപ്രായം നമുക്കിതിപ്പോൾ കേൾക്കാം കേട്ടോ. എങ്ങനെയുണ്ട്? അതിനൊരു തീരുമാനമായി. എനിവേ, ഇനി നമുക്ക് കഴിച്ചു നോക്കാം. എൻ്റെ പൊന്നെ, സൂപ്പർ. എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.